ഹായ് ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. നിങ്ങൾ സ്വന്തം വരുൺ സർ ആണ്. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും പഠിക്കാനൊക്കെ തുടങ്ങിയില്ലടാ, പരീക്ഷ അടുത്തായി അല്ലെ? അപ്പൊ വരുൺ സർ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, നിങ്ങൾ മാഗ്നറ്റിസം ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു സെക്ഷൻ ആണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സെക്ഷനിലേക്ക് കിടക്കാം. ഇതാ, നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഫിഗേഴ്സ് കാണാം. ആ രണ്ട് ഫിഗേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞാൻ ഇന്ന് എന്താണ് എടുക്കാൻ പോകുന്നത് എന്ന്. അപ്പൊ ഫസ്റ്റ് ഫിഗറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ട്രെയിൻ ഇങ്ങനെ വളരെ സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, മിന്നായം പോലെ പോകുന്നുണ്ട് അല്ലെ? ഇനി ഒരു രണ്ടാമത്തെ ഫിഗർ നോക്കിയ മക്കളെ, രണ്ടാമത്തെ ഫിഗറിൽ നോക്കിയിട്ട് നിങ്ങൾ പറയണം അതിന് ചക്രങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന്. ഡു ദ ട്രെയിൻസ് ഹാവ് വീൽസ്? വീൽസ് ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂടാ, ഈ ട്രെയിനുകൾ ശരിക്ക് പറക്കുവാണോ? പാളത്തിന്റെ മുകളിൽ കൂടി പറക്കുവാണോ? അതായത് പാളവുമായിട്ട് ഈ ട്രെയിൻ തമ്മിൽ ഒരു ബന്ധമില്ലേ? അതാണ് എൻ്റെ ചോദ്യം. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഈ ട്രെയിനുകളുടെ പേര് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്താണ്? യെസ്, ഇറ്റ് ഈസ് മാഗ്ലെവ് ട്രെയിൻസ്. മാഗ്ലെവ് ട്രെയിനുകൾ, ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാഗ്ലെവ് ട്രെയിൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കടക്കാം, അടുത്ത സ്ലൈഡിലേക്ക് കടക്കാം. നോക്കൂ മക്കളെ, ഇവിടെ ഈ ട്രെയിനിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇതെന്താണ്? ഇതിൻ്റെ റെയിലാണല്ലേ, പാളാണ്. അപ്പോൾ ഇതിലെന്തുണ്ട്? ഇതിൽ ഒരു വൈദ്യുത കാന്തമുണ്ട്. വൈദ്യുത കാന്തം എന്ന് വെച്ചാൽ ഒന്നുമില്ല, വൈദ്യുതി കടത്തി വിടുമ്പോൾ എന്താവും? അതൊരു കാന്തമായി മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റെയിൽവേ ട്രാക്ക് എന്തായി? ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയി മാറി കേട്ടോ. ഇനി അത് മാത്രമല്ല, ഈ ട്രെയിനിന്റെ അടിവശം നിങ്ങൾ കണ്ടോ? അടിവശം കണ്ടോ? ഇവിടെ ഒരു കാന്തമുണ്ട്. മനസ്സിലായോ? ഈ ട്രെയിനിന്റെ ബോഡി ഇത് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ഒരു കാന്തമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വൈദ്യുത കാന്തവും ഇവിടെ ഒരു കാന്തവും. നിങ്ങൾക്കറിയാം, പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യും? വികർഷിക്കും. അതേപോലെ വിജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യും? ആകർഷിക്കുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതാ, ഇവിടെ ഉത്തര ധ്രുവമാണെന്ന് വിചാരിക്കാം, നോർത്ത് പോൾ ആണെന്ന് വിചാരിക്കാം. അതേപോലെ ഈ ട്രെയിനിന്റെ ഇവിടെയുള്ള കാന്തത്തിന്റെ സൗത്ത് പോൾ ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവമാണെന്ന് വിചാരിക്കാം. അപ്പൊ രണ്ടും എന്ത് ചെയ്യും? പരസ്പരം യെസ്, ആകർഷിക്കും അല്ലെ? അപ്പൊ ആകർഷിക്കുമ്പോൾ എന്ത് ചെയ്യൂടാ? ഈ ട്രെയിൻ പൊന്തൂലേ? ഈ ട്രെയിൻ എവിടെയായിരുന്നു അതിൽ നിന്ന് പൊന്തൂലേ? അതായത് ഇവിടെ ഒരു ഇതാ ഇങ്ങനെയാണെങ്കിൽ ഈ ട്രെയിൻ എന്ത് ചെയ്യും? ഇതാ ഇങ്ങനെ പൊന്തൂലേ? മുകളിലേക്ക് പൊന്തൂലേ? ഇല്ലേ? എയറിലേക്ക് പൊന്തൂലേ? മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് ഇതെന്ത് ചെയ്യുന്നത്? ഈ ട്രാക്കുമായിട്ട് എന്തില്ല? ഒരു ബന്ധമില്ല, ഒരു കോണ്ടാക്ട് വരുന്നില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡെഫിനേഷനിലേക്ക് കടക്കാം. നോക്കടാ, ഇവിടെ ഒരു ഫിഗറും തന്നിട്ടുണ്ട്. ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലെ? ആ ട്രെയിൻ എന്തില്ല? ട്രെയിൻ പാളമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെന്റൻസ് വായിച്ചു നോക്കിയ മക്കളെ. ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ആരുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാ? ക്രിയേറ്റഡ് ബൈ ദി ഇലക്ട്രോമാഗ്നറ്റ്സ്. ഇലക്ട്രോമാഗ്നറ്റ്സ് എവിടെയാ ഉള്ളത്? യെസ്, ട്രെയിനിന്റെ താഴെ, അറ്റ് ദ ബോട്ടം ഓഫ് ദി ട്രെയിൻ. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് റിസൾട്ടിങ് ഫ്രം ദി റെയിലിന്റെ അറേഞ്ച്മെന്റ് അല്ലെ, പാളത്തിന്റെ അറേഞ്ച്മെന്റ്, അതിൽ നിന്നുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും ഇത് രണ്ടിനും ഇന്ററാക്ഷൻ കാരണം ഈ ട്രെയിൻ എന്ത് ചെയ്യും? ഈ ട്രെയിനുകൾ എന്ത് ചെയ്യും? യെസ്, പാളത്തിൽ നിന്ന് കുറച്ച് മുകളിലോട്ടേക്ക് റൈസ് ചെയ്യും. ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, സാറേ അപ്പൊ ഇതെങ്ങനെയാ മുന്നോട്ടേക്ക് പോകുന്നത്? മുന്നോട്ടേക്ക് പോകുന്നത് ഇനി പറഞ്ഞതാണെന്നുണ്ടാവും അല്ലെ? അപ്പൊ ഇതാ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, എങ്ങനെയാ മുന്നോട്ടേക്ക് പോകുന്നത്. അതും മാഗ്നറ്റിക് ഫീൽഡ് കാരണം തന്നെയാണ്. നിങ്ങൾ നേരത്തെ ആ താഴെ അല്ലാണ്ട് സൈഡിലും നിങ്ങൾ മാഗ്നറ്റ് കണ്ടിട്ട് ഇല്ലടാ? നേരത്തെ സൈഡിലും നിങ്ങൾ മാഗ്നറ്റ് കണ്ടിട്ട് ഇതാ കണ്ടോ? ഇതാ കണ്ടോ? ഇതാ ഇവിടെ സൈഡിലും എന്തുണ്ട്? സൈഡിലും മാഗ്നറ്റ്സ് ഉണ്ട്, കണ്ടോ? അപ്പോൾ ഈ സൈഡിലുള്ള മാഗ്നറ്റ്സിന് നമ്മൾ ഗൈഡ് മാഗ്നറ്റ്സ് എന്ന് പറയും. ഗൈഡ് മാഗ്നറ്റ്സ്. ഈ ഗൈഡ് മാഗ്നറ്റ്സ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ട്രെയിനിന് മുന്നോട്ടേക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത്. സിമ്പിൾ അല്ലേ? ഈസി അല്ലടാ? ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഗൈഡ് മാഗ്നറ്റ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ട്രെയിൻ മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്നത് നോക്കാം. യെസ്, ഇതാ നോക്കിക്കോ. The train moves forward very fast due to the magnetic field. ഞാനിപ്പോൾ പറഞ്ഞു തന്നെയാണ് അല്ലെ? കാന്തിക ശക്തിയാൽ തന്നെ എന്ത് സംഭവിക്കുന്നു? അതിവേഗം മുന്നോട്ടേക്ക് കുതിച്ച് പായുന്നു ട്രെയിനുകൾ. കണ്ടോ? ഇതാ ഇവിടെ നോക്ക്, ഇവിടെ ആ ട്രെയിനിന്റെ സൈഡിൽ നിന്നുണ്ട് ഗൈഡ് മാഗ്നറ്റ്സ് ഉണ്ട്. കണ്ടോ? ഇവിടെ സൗത്ത് ആണ്, ഇവിടെ നോർത്ത് ആണ്. ഇതെന്താണ്? ഇത് പാളത്തിന്റെ ആണ്, പാളത്തിന്റെ മാഗ്നറ്റ്സ്, പാളത്തിലുള്ള പോൾസ്, ധ്രുവങ്ങളാണ്. അപ്പൊ ഇവിടെ നോർത്ത് ആണെങ്കിൽ എന്ത് ചെയ്യൂടാ? ഈ സൗത്ത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യൂലേ? അതേപോലെ ഈ നോർത്ത് എന്ത് ചെയ്യും?
നോർത്ത് വികർഷിക്കൂലേ? അപ്പൊ ഇതേ മെക്കാനിസം ആടാ എന്ത് സംഭവിക്കുന്നത്, ഈ മെക്കാനിസം വെച്ചിട്ടാണ് ട്രെയിൻ മുന്നോട്ടേക്ക് പോകുന്നത് കേട്ടോ. ഇതാ നിങ്ങൾക്ക് അവിടെ ആ വീഡിയോയിൽ കാണാമല്ലോ, വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാമല്ലോ ആ ട്രെയിൻ എങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് കാണുന്നില്ലേ? നോർത്തും സൗത്തും എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അതേപോലെ നോർത്തും അല്ലെങ്കിൽ സൗത്തും എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അപ്പോൾ മുന്നോട്ടേക്ക് പുഷ് ചെയ്യും ട്രെയിനിനെ. മനസ്സിലായോ? അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ടില്ലേ മാഗ്ലെവ് ട്രെയിൻസിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. മാഗ്ലെവ് ട്രെയിൻസ് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്, അതേപോലെ പാളത്തിന്റെ മുകളിൽ എന്തുകൊണ്ടാണ് ബന്ധത്തിൽ വരാത്ത, കോണ്ടാക്റ്റിൽ വരാത്ത എന്തുകൊണ്ടാണ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കൺസെപ്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സിന്റെ ലിങ്ക് അതിൽ വരുന്നതാണ്. സോ മറ്റൊരു സെഷനുമായിട്ട് കാണാം. Bye.